അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മഹനീയവും ശ്രേഷ്ഠവുമായ അത്ഭുതങ്ങളിലൂടെയുള്ള യാത്ര കാനാ മുതൽ കാൽവരി വരെ എന്ന ധ്യാനശകലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളിലൂടെ അത്ഭുതങ്ങളുടെ പുറമോടിയേക്കാളുപരി അത്ഭുതം ചെയ്യുന്നവനെ കാണുവാനും ധ്യാനിക്കുവാനുമുള്ളൊരു അനുഭവമായി മാറണം. വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഇതിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവൻ ചെയ്ത ഭൗതിക കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവൻ്റെ മനുഷ്യാവതാരത്തിലും കഷ്ടാനുഭവത്തിലും ഉത്ഥാനത്തിലും രണ്ടാം വരവിലുമൊക്കെ മനുഷ്യന് അപ്രാപ്യമായ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്ഭുതങ്ങളെ അടയാളങ്ങളെന്ന് വിലയിരുത്തുമ്പോഴും അവയെ രഹസ്യങ്ങളെന്നുള്ള രീതിയിൽ നാം ഉൾക്കൊള്ളണമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയാത്തതൊക്കെ തന്നെ അത്ഭുതങ്ങളാണ്. അത് മറ്റൊരു തലത്തിലാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യമെന്നുള്ള തിരുവചനം പോലെ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിലെ അത്ഭുതം, നോട്ടത്തിലെ അത്ഭുതം, ക്ഷമയിലെ അത്ഭുതം, സഹാനുഭൂതിയിലെ അത്ഭുതം, ഇതൊക്കെ തന്നെ ധ്യാന വിഷയങ്ങളായി നാം അറിഞ്ഞും പഠിച്ചും കേട്ടിട്ടുമുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മഹനീയമായ കഷ്ടാനുഭവത്തിലെ ദിവ്യ അത്ഭുതങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും സാക്ഷിക്കുവാനുമാണ് ഈ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ വെളിവാകുന്ന ദിവ്യ രഹസ്യങ്ങളെ ഒരേ സമയം അത്ഭുതമായും അടയാളമായും നാം ഉൾക്കൊള്ളണം. എൻ്റെ കർത്താവ് പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ച ഓരോ നൊമ്പനാനുഭവങ്ങളെയും ജീവിത സാക്ഷ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തെ അത്ഭുതമായി സമർപ്പിക്കുവാൻ ദൈവത്തിൽ നമുക്ക് ഈ ധ്യാനത്തിലൂടെ ശരണപ്പെടാം. നമ്മുടെ കർത്താവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും നമ്മളുടെ ബുദ്ധിക്കൊക്കെ അപ്പുറത്തുള്ളതാണ്. ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കുക, മനുഷ്യനായി വർദ്ധിക്കുക, മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുക, എന്നാൽ മനുഷ്യൻ്റെ പാപാവസ്ഥയിൽ നിന്ന് അകന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊച്ചു മനസ്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ആ വലിയ സാക്ഷ്യം തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പ്രത്യാശയാണ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമാണ് ആ മനുഷ്യാവതാരം തന്നെ. യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു രേഖപ്പെടുത്തൽ തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. കന്യകാപുത്രനായി പിറന്ന് ലോകത്തിൻ്റെ ദുഷികൾ ഏറ്റുവാങ്ങി സ്വന്തം പിതാവിനെയും മാതാവിനെയും പറ്റി ദുഷികൾ കേട്ട്, കുടുംബത്തെപ്പറ്റി ദുഷി കേട്ട്, സമൂഹത്തിൽ വെളിച്ചമായി ദീപ്തമായി പ്രകാശിച്ച ആ സൂര്യശോഭ നമ്മുടെ തമ്പുരാനായിരുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ അവൻ ചെയ്ത മഹാത്ഭുതങ്ങളെക്കാൾ വലിയൊരു അത്ഭുതമാണ് നമ്മുടെ കർത്താവ് ചെയ്ത ഏറ്റുവാങ്ങിയ കഷ്ടാനുഭവങ്ങൾ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് വിവിധ തലങ്ങളുണ്ടായിരുന്നു. ന്യായവിധിയുടെ തലമുണ്ടായിരുന്നു, ദുരാരോപണങ്ങൾ നേരിട്ട തലമുണ്ടായിരുന്നു, ക്രൂസിലെ നൊമ്പരങ്ങളുടെ തലമുണ്ടായിരുന്നു. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം നമ്മുടെ കർത്താവ് കടന്നുപോയത്. നമ്മൾ പ്രാർത്ഥനയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ, നമ്മൾ സഹിക്കേണ്ട കുറ്റപ്പെടുത്തലുകൾ, നിന്ദാവാചകങ്ങൾ, അതൊക്കെ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് പാപത്തിൻ്റെ ശമ്പളമായ മരണം സ്വയം ഏറ്റുവാങ്ങിയ തമ്പുരാൻ്റെ ത്യാഗാനുഭവം ഏറ്റവും വലിയ അത്ഭുതമായി
പിതാക്കന്മാർ കണ്ടിരുന്നു, അവർ വിലയിരുത്തിയിരുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേനെ ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി ജീവിക്കണമെന്ന് 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ പൗലോസ് ലീഹ കോറിയിട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? പൗരസ്ത്യ പിതാക്കന്മാർ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ വളരെ നേരത്തെ തന്നെ പഴയ നിയമ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മൺരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് മൂക്കിലേക്ക് ജീവശ്വാസം വലിച്ചൂതുന്നു. നമ്മൾക്കിതൊക്കെ ചിന്തിക്കാനും ഓർക്കാനും വളരെ സിമ്പിളാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നു. മുകളിലിരിക്കുന്ന ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സിമ്പിളായിട്ട് നമുക്ക് വേണേൽ ചിന്തിക്കാം. എന്നാൽ അതിനൊക്കെ ഒരു ഹൃദ്യമായ തരം നമ്മൾ കാണണം. സ്വന്തം കൈകൊണ്ട് മറ്റാരുടെയും സഹായം കൂടാതെ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെടഞ്ഞ് തൻ്റെ ജീവശ്വാസം അവൻ്റെ മൂക്കിലേക്ക് ഊതുവാൻ തക്കവണ്ണം മുട്ടുകുത്തി അവൻ്റെ മൂക്കിനെ സമീപിക്കുന്ന ദൈവത്തിൻ്റെ സമീപനം വലുതാണ്. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. പക്ഷേ ജീവനില്ലാത്ത നമ്മുടെ മുൻപിൽ മുട്ടുകുത്തി ആ ജീവശ്വാസം പകർന്നു തന്ന ദൈവം എത്ര വലിയവനാണ്. ജീവശ്വാസം ഊതിക്കയറ്റുക എന്ന് വെച്ചാൽ നിസ്സാരമായൊരു പരിപാടിയല്ല. അതിൻ്റേതായ ചില പദ്ധതികളുണ്ട്. ശ്വാസം ഊതിക്കയറ്റുക എന്ന് വെച്ചാൽ നിസ്സാരമായ ഊത്തുമല്ല, മറിച്ച് ഹൃദയം പൊട്ടിയുള്ള ഒരു ശ്വാസ സംവേദനമാണ്, ജീവസംവേദനമായിരുന്നു അവിടെ നടന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും അടുക്കളയിൽ തീ ഊതാറുണ്ട്. നമ്മളുടെ അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചറിയാം. ഇത് കേൾക്കുന്ന കുടുംബിനിമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. പച്ച വിറകൊക്കെ വെച്ച് ഊതേണ്ട അവസ്ഥ വന്നാൽ എന്തോരം നൊമ്പരമായിരിക്കും. വളരെ കഷ്ടപ്പെട്ട് തീ ഊതും. ഊതിക്കഴിയുമ്പോഴത്തേക്ക് പൊടിപടലങ്ങളൊക്കെ ചിലപ്പോൾ കണ്ണിൽ പതിച്ചെന്ന് വരും. ആ കണ്ണിൽ പൊടിപടലങ്ങൾ പതിക്കുമ്പോഴും തല കറങ്ങുമ്പോഴും അതിശക്തമായിട്ട് ഊതാറുണ്ട്. ആ ശക്തമായിട്ടുള്ള ഊത്തിൽ തീ ആളിക്കത്താറുമുണ്ട്. പ്രിയമുള്ളവരെ, പച്ച വിറക് പോലും വെച്ച് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഊതിയാൽ ക്ഷീണിതരാണെങ്കിൽ പോലും ആഞ്ഞൂതുമ്പോൾ തീ ആളി പടരുന്നത് പോലെ, പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഊതിയതായ ആ ശ്വാസം തൻ്റെ ജീവൻ പറിച്ചു തരുന്നതായ ഒരു അനുഭവമായിരുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് മൂക്കിൽ ജീവശ്വാസം ഊതിയതോടുകൂടി വരുന്നത്. ഓർത്തോണം, ദേഹത്തിൽ നിന്ന് വേർപെടുക എന്ന് വെച്ചാൽ അത് നൊമ്പരം നിറഞ്ഞ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ മൃതശരീരം ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, മലമൂത്ര വിസർജനങ്ങൾ, സ്രവങ്ങൾ ആദ്യമായവയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ആ മൃതശരീരം അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് മൃതശരീരം നമ്മൾ ഡ്രസ്സൊക്കെ ധരിപ്പിക്കുന്നത്. ജീവൻ വേർപെടുമ്പോഴുള്ള അതിവേദനയുടെ ഒരു തലം നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു മുൻകുറിയായിരുന്നു ആ ജീവശ്വാസം ഊതിക്കയറ്റിയത്. വീണ്ടും പൂർവ്വപിതാക്കന്മാരുടെ എഴുത്തുകളിൽ പറയുന്നുണ്ട്, സീനായി മാമലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തു. 2 കൽപ്പലകകളിൽ സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. മാലാകമാരെ സഹായത്തിന് വിളിച്ചില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. സ്വന്തം വിരലുകൊണ്ട് തമ്പുരാൻ ആ കൽപ്പലകയിൽ കോറിയിടുകയായിരുന്നു. പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ആ കട്ടിയേറിയ പലകയിൽ വിരലുകൊണ്ട് കോറിയിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കിത് വായിക്കുമ്പോൾ നിസ്സാരമായിട്ട് എഴുതിത്തള്ളാം. പക്ഷേ ഓർത്തോണം, പാറ പിളർപ്പിൽ നിന്ന് പാറ വെട്ടിയെടുത്ത് തൻ്റെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് സ്വന്തം വിരലുകൊണ്ട് ആ പാറയിൽ അവൻ ആവർത്തിച്ചെഴുതിയപ്പോൾ അതെങ്ങനെയാണ് മോശയ്ക്ക് വായിക്കാൻ പറ്റിയത്? ചിന്തകന്മാരുടെയും പിതാക്കന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും വ്യാഖ്യാനം, അവൻ സ്വന്തം വിരലുകൊണ്ട് പാറയിൽ അക്ഷരങ്ങൾ കോറിയിട്ടപ്പോൾ ആ വിരലിൻ്റെ അറ്റം മുറിഞ്ഞിട്ടുണ്ട്. ആ മുറിഞ്ഞ വിരൽത്തുമ്പിൽ നിന്നും പുറത്തേക്ക് വന്ന തിരുരക്തത്തുള്ളികൾ അവനെഴുതിയ അക്ഷരത്തിന് നിറവും ശോഭയും ഗന്ധവും ആഴവും കൊടുത്തു. അതെ, കട്ടിയേറിയ പാറയിൽ തമ്പുരാൻ തൻ്റെ വിരലോടിച്ച് എഴുതി. അതിൽ അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വിലയില്ലാതും മാഹാത്മ്യമില്ലാതും പോകുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചോണം, നമ്മളുടെയൊക്കെ മനസ്സ് പാറ പോലെ കഠിനമായിരിക്കുകയല്ലേ സഹോദരങ്ങളെ? ആ പാറ പോലെ കഠിനമായിരിക്കുന്ന ഹൃദയപാളികളിലേക്ക് തമ്പുരാൻ തൻ്റെ വിരൽ ചാലിച്ച്, തിരുരക്തം ചാലിച്ച് എഴുതുന്ന ഓരോ വചനങ്ങളും ശ്രേഷ്ഠമാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത് പാറ പോലെ കട്ടിപിടിച്ചു പോയ മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആ മനസ്സിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയാണ്. പശ്ചാത്താപത്തിൻ്റെ ചിത്രങ്ങൾ ചൊരിഞ്ഞിടാൻ വേണ്ടിയാണ്. അതെ, അവൻ്റെ കഷ്ടാനുഭവത്തിലെ ഓരോ അനുഭവങ്ങളും അതുതന്നെയായിരുന്നു. അവൻ കെട്ടപ്പെട്ടവനായി ന്യായാധിപന്മാരുടെ മുൻപാകെ, മഹാപുരോഹിതന്മാരുടെ മുൻപാകെ
പീലാത്തോസിൻ്റെ മുൻപാകെ ആനയിക്കപ്പെട്ടു. അവൻ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാമായിരുന്നു! തന്നെ ന്യായം വിധിക്കുന്നവനെ ദുഷിക്കാമായിരുന്നു, തൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്താമായിരുന്നു. മഹാപുരോഹിതൻ്റെ ദാസൻ കാതിലടിച്ചപ്പോൾ, കന്നത്തടിച്ചപ്പോൾ അവനെ ദഹിപ്പിച്ചു കളയാമായിരുന്നു. എന്നാലും അങ്ങനെ ചെയ്തില്ല. അവനെ നിന്ദിച്ചപ്പോഴും അവൻ ബലഹീനനെ പോലെ പ്രവർത്തിച്ചില്ല. കർത്താവ് അവിടെ ക്ഷമയിലൂടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ പിടിക്കാൻ വന്ന മൽക്കോസ് എന്ന് പറയുന്ന ദാസൻ്റെ, മഹാപുരോഹിത ദാസൻ്റെ കാതുപോലും അവൻ ശരിയാക്കി കൊടുക്കുകയായിരുന്നു. തൻ്റെ മുഖത്ത് കാറിത്തുപ്പിയ പടയാളിയോടും അവൻ ക്ഷമ കാണിക്കുകയായിരുന്നു. ദുഷിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ മരിക്കണമെന്നുള്ള പ്രമാണങ്ങൾക്കപ്പുറമായി മുഖത്ത് തുപ്പലേറ്റപ്പോഴും അതിനെ ശ്രദ്ധിക്കാതെ സ്നേഹാരൂപിയായ ആ വലിയ ദൈവം അവരെയും അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലൊരു വലിയ ധ്യാനചിന്തയായി മാറണം. കർത്താവിൻ്റെ കന്നത്തടിച്ചപ്പോഴും അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും ക്ഷമയിലൂടെ എന്താണ് അത്ഭുതമെന്ന് തമ്പുരാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ കാണിച്ചു കൊടുത്ത അത്ഭുത സാക്ഷ്യത്തിലൂടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ചില വഴിത്താരകൾ അവൻ തെളിച്ചിട്ട് തന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഓരോ ദുരിതാനുഭവങ്ങളും, ഓരോ ദുഃഖാനുഭവങ്ങളും, ഓരോ വേദനയുടെ അനുഭവങ്ങളും വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ അത്ഭുതം കാണുന്നത്. യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് ക്ഷമയിലൂടെ, സഹനതയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ആലോചിച്ചോണം. അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, അതിനേക്കാൾ വലിയ അത്ഭുതമാണ് കർത്താവ് പീഡാനുഭവ സമയത്ത് നേരിട്ട് എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നുവെങ്കിൽ നമ്മളും പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിരുമുഖത്തേക്ക് നോക്കണം. നമ്മൾ അത്ഭുതങ്ങളുടെ സാക്ഷികളായിട്ടില്ല പ്രിയമുള്ളവരെ. നമുക്കിന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹനതയിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അത്ഭുതം എന്തെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. സ്തേഫാനോസ് അവനെ മറ്റുള്ളവർ കല്ലെറിഞ്ഞപ്പോൾ എറിഞ്ഞ കല്ലിൻ്റെ വലിപ്പവും എറിഞ്ഞവരുടെ മുഖവും അവരുടെ ഊക്കുമൊന്നും അവൻ്റെ മുമ്പിലേക്ക് വന്നില്ല. അവരുടെ ദുഷിവചനങ്ങൾ അവൻ്റെ കർണപുടത്തിൽ പതിച്ചില്ല. അവൻ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതാണ്. മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതാണ്. അതെ, എല്ലാ പീഡകളോടും എല്ലാ നിന്ദകളോടും ക്രിയാത്മകമായി സഹകരിച്ചവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് സ്തേഫാനോസ് കണ്ടു. അതുപോലെ നമ്മുടെ ജീവിതത്തിലുമായി തീരണം. ചുറ്റുമുള്ളവർ കല്ലെറിയുമ്പോൾ, ചുറ്റുമുള്ളവർ ദുഷിക്കുമ്പോൾ, അപഹാസ്യ വാക്കുകൾ പറയുമ്പോൾ കർത്തൃസ്വരം അവിടെ കേൾക്കണം. യഥാർത്ഥത്തിൽ പട്ടടയിലെ മൃദുഗാനം, സുന്ദരഗാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യമാണ്. കാരണം നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ ഗാനത്തിനും ശ്രുതി മധുരിമയുണ്ട്, രാഗങ്ങളും താളങ്ങളുമുണ്ട്, ഈണമുണ്ട്, ശബ്ദഘോഷങ്ങളുടെ മനോഹാരിതയുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു സംഗീതമായി തീരുക എന്ന് വെച്ചാൽ നമ്മൾക്ക് മറക്കാനുള്ള കഴിവ്, ക്ഷമിക്കാനുള്ള കഴിവ്, സഹിക്കാനുള്ള കഴിവ്, ആത്മീയതയിൽ വളരാനുള്ള കഴിവ്, ഇവയിലൂടെയൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന് നല്ല തന്ത്രികളും നല്ല രാഗങ്ങളും നല്ല താളങ്ങളുമായി മാറുന്നത്. ഇന്ന് ജീവിതം മനോഹരമാകാതെ പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഈ സഹനതയുടെ അനുഭവം, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ അനുഭവം എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇവർ നിന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? ഇവർ നിന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? നീ ഒരു വാക്കുപോലും മറുപടി പറയുന്നില്ലയോ? നീ എന്താ മറുപടി പറയാത്തത്? കർത്താവിനറിയാം, അവിടെ മറുപടി പറയുന്നതല്ല, തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നതല്ല അത്ഭുതമെന്ന് പറയുന്നത്. അവിടുത്തെ നിശബ്ദതയിലൂടെ കർത്താവ് അനേകം കാര്യങ്ങൾ സംവേദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ന്യായീകരിക്കാൻ എത്രയോ ന്യായീകരണ വാക്കുകൾ പറയും. മറ്റു ചിലപ്പോൾ നമുക്കൊന്നും പറയാനില്ല, ആരും നമ്മളെ ന്യായീകരിക്കുവാനുമില്ല. ആ ന്യായീകരിക്കുവാനും നമ്മളെ സഹായിക്കുവാനും ആരുമില്ലാതിരിക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു കൊള്ളണം, നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം സഹനതയുടെ ഒരു വലിയ അനുഭവമായി
ആത്മീക അനുഭവമായി, രക്ഷയുടെ അനുഭവമായി നമ്മുടെ രക്ഷകൻ നമ്മോട് കൂടെയുണ്ട്. പീലാത്തോസിൻ്റെ തിരുമുറ്റത്ത് കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവരെക്കുറിച്ച് പോലുമുള്ള വ്യാഖ്യാനങ്ങൾ ഒത്തിരിയാണ്. അവനിൽ നിന്നും രക്ഷ പ്രാപിച്ചവർ, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കണ്ടവർ, അനുഭവിച്ചവർ തന്നെ അവനെ ക്രൂശിക്കാമെന്ന് പറഞ്ഞ ചില ചരിത്ര വസ്തുതകളുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളും ദൈവസന്നിധിയിൽ പൂർണ്ണമായി ചിന്തിക്കേണ്ട കാര്യമതാ. കർത്താവിനെ ക്രൂശിന്മേൽ വെച്ചു. ഇടതും വലതും 2 ദുഷ്പ്രവൃത്തിക്കാരെയും ക്രൂശിച്ചു. അവരെ ക്രൂശിച്ചതിന് ശേഷം അവർ കർത്താവുമായിട്ട് നടത്തുന്ന ഒരു സംവാദമുണ്ട്. ആ സംവാദത്തിൽ ക്രൂശിൻ്റെ ഒരു ഭാഗത്ത് തൂക്കിയവൻ കർത്താവിനെ അനുകൂലിച്ചും മറ്റവൻ പ്രതികൂലിച്ചും പറയുകയാണ്. അവരോട് പോലും ക്ഷമ കാണിക്കുവാൻ കർത്താവ് തയ്യാറായി. ആ കള്ളനെ പോലും തന്നോടൊപ്പം പർദീസായിലേക്ക് സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറായി. കള്ളനെ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കള്ളനെ പർദീസയിലേക്ക് സ്വീകരിച്ചവൻ്റെ അത്ഭുത സാക്ഷ്യം എത്ര വലുതായിരിക്കും. അതുവരെയും കൊള്ളരുതാത്ത പ്രവൃത്തികൾ ചെയ്ത കള്ളൻ, അശുദ്ധിയിൽ ജീവിച്ചവൻ, എന്നാൽ ക്രൂശിന്മേൽ തൂക്കപ്പെട്ട് കിടക്കുന്നവനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ബലഹീനത എന്തെന്ന് തിരിച്ചറിഞ്ഞു. നമ്മളുടെ അനുദിന ജീവിതത്തിലും അതാ, ചിലപ്പോൾ നമ്മളുടെ എല്ലാ പ്രവൃത്തികളെക്കാളും നമ്മളുടെ ചില വീഴ്ചകളെന്ന് ലോകം കാണുന്ന ചില അനുഭവങ്ങളുണ്ട്. അതൊരു പക്ഷേ ദൈവത്താൽ സംഭവിച്ചതാണ്. അതിലൂടെ അനേകർ രക്ഷിക്കപ്പെടും. ഇത് കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഉണ്ടാക്കിയ സമ്പാദ്യത്തെക്കാളും നീ ഉണ്ടാക്കിയ പ്രതാപത്തെക്കാളും ഉപരിയായി നാളെ നിൻ്റെ തലമുറ വിലമതിക്കുവാൻ പോകുന്നത് നീ കടന്നുപോയ സഹനതയുടെ പാതയാണ്, നിൻ്റെ ക്ഷമയുടെ പാതയാണ്, നിൻ്റെ പ്രാർത്ഥനയുടെ പാതയാണ്. നീ ദൈവത്തിന് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളാണ്, നന്മ ചെയ്തിട്ടും നീ ഏറ്റ ദുരിതങ്ങളാണ്, നീ ഏറ്റ കല്ലേറുകളാണ്. അതിലൂടെ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ സമൂഹം നിന്നെ ഉൾക്കൊള്ളും. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ സംഗതി അതാ. ഉയർപ്പ് പോലെ മാഹാത്മ്യമേറിയതാ കർത്താവിൻ്റെ കഷ്ടാനുഭവം. ആ കഷ്ടാനുഭവത്തിൻ്റെ അനുഭവത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണത കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കർത്താവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു പടയാളിയെപ്പറ്റി ഒരു ചരിത്ര സാക്ഷ്യമുണ്ട്. അവൻ്റെ പേര് ലോങ്കിനൂസ് എന്നായിരുന്നു. ഒറ്റക്കണ്ണനായ ഒരു പടയാളി. യഹൂദ ചരിത്രത്തിൽ, ആദിമകാല യഹൂദ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ്: കർത്താവിനെ ക്രൂശിക്കുവാൻ തയ്യാറായപ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം മനസ്സ് കഠിനപ്പെട്ട ഒരു പടയാളി യഹൂദന്മാർ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് കടം വാങ്ങി. അവൻ ധീരനും ശക്തനുമൊക്കെയായിരുന്നു, എന്നാൽ ഒരു യുദ്ധത്തിൽപ്പെട്ട് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയവനാണ്. തുടർന്ന് യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മതത്തിനെതിരായി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവരെ കഠിനമായി ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഓരോ നാട്ടുരാജ്യങ്ങളും ഇവൻ്റെ സഹായം തേടിയിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ നിന്നും തേടിയിരുന്നു. അന്ന് പാലസ്തീൻ റോമാക്കാരുടെ കീഴിലായിരുന്നല്ലോ. കർത്താവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു പടയാളിയാണ്. കർത്താവിനെ ഒരുപാട് അടിച്ചു, ഒരുപാട് നിന്ദിച്ചു, മുഖത്ത് കാറിത്തുപ്പി. അവസാനം കർത്താവിനെ ക്രൂശിച്ചു. അവൻ ക്രൂശിൽ കിടന്ന് ജീവൻ വെടിഞ്ഞ അവസരത്തിലും ഒരു പടയാളി കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയെന്ന് തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പടയാളി കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ ആ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും പാഞ്ഞൊഴുകിയത് മാത്രമേ ചരിത്രത്തിൽ വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ. തുടർന്ന് ചരിത്രം സാക്ഷിക്കുന്നത്, യഹൂദ ക്രിസ്ത്യാനികളുടെ ചരിത്രം സാക്ഷിക്കുന്നത് ഇപ്രകാരം: പാഞ്ഞൊഴുകിയ രക്തം ഈ പടയാളിയുടെ മുഖത്ത് പതിച്ചുവെന്നും അടഞ്ഞിരുന്ന അവൻ്റെ കണ്ണ് തുറന്നുവെന്നുമാണ്. ആ കണ്ണ് തുറന്നപ്പോൾ ഇവൻ സാക്ഷാൽ ദൈവപുത്രനെന്ന് അലറി വിളിച്ചോടിയ ഈ പടയാളി യഹൂദന്മാർ തടഞ്ഞു വെച്ച്, അങ്ങനെ പറയരുത്, നമ്മൾ ഇതുവരെ ചെയ്തത് വെറുതെയായി പോകുമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടും അവൻ തയ്യാറായില്ല. അവസാനം അവർ അവനെ പിടിച്ച് റോമാക്കാരെ ഏൽപ്പിച്ചു. റോമൻ ഭരണാധികാരികൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ തയ്യാറായില്ല. അവനെ മരണം വരെയും പിടിച്ച് തടവറയിലിട്ടുവെന്നും അവൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ നശിപ്പിച്ചുവെന്നും ചരിത്രം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം, കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷ്യമത, തൻ്റെ വിലാപ്പുറത്ത് കുത്തിയവനെ കൊണ്ടുപോലും സാക്ഷ്യം പറയിക്കുന്ന, തന്നോടൊപ്പം തൂക്കിയവനെ പോലും പർദീസായിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ സാക്ഷ്യം അതെത്ര വലുതാണ്. ആ ക്രൂസിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകുന്നത്. ഇന്ന് നമ്മളുടെ മിടുക്കിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഭോഷനെ പോലെ സ്വയം ശാപമായി മാറ്റിയ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. ക്രൂസിന്മേൽ ഞാൻ കാണുന്നോരു മഹൽ കാശായൻ്റെ പ്രിയൻ, കഷ്ടതകൾ സഹിച്ചയ്യോ ചാകുന്നു.
എന്നെ പൊൻകിരീടം ധരിപ്പിപ്പാനാകുന്നു. എന്നെ പൊൻകിരീടം ധരിപ്പിപ്പാനാകുന്നു. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ അവൻ ധരിച്ച മുൾക്കിരീടം യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ളതാണ്. വീണ്ടും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ സാക്ഷിക്കുന്ന ഒരു ദൈവസ്വരമുണ്ട്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കാരണം തന്നെ പീഡിപ്പിച്ചതും തന്നെ നിന്ദിച്ചതും തന്നെ ദുഷിച്ചതും അപഹാസ്യ വാക്കുകൾ പറഞ്ഞതുമൊക്കെ അവരറിയാതെ പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത, അതൊരു വലിയ ചിന്തയാണ്. ഒരു എഴുത്തുകാരൻ്റെ ആശയം ഇപ്രകാരമാണ്: എല്ലാ ദിവസവും ആനുകാലികങ്ങളിൽ എഴുതുന്ന ഒരു മനുഷ്യൻ, ഓരോ ദിവസവും എഴുതേണ്ട ലേഖനങ്ങൾ കൃത്യമായിട്ട് അവൻ മുൻകൂട്ടി ഏൽപ്പിക്കും. എന്നാൽ അടുത്ത ലക്കത്തിലേക്ക് കൊടുക്കേണ്ട ചിന്തകൾ ഒന്നും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. മനോഹരമായി ക്രമീകരിച്ചു വെച്ച തൻ്റെ പൂന്തോട്ടത്തിൽ പേപ്പറും പേനായുമായിട്ട് ആ മനുഷ്യൻ കുറേ നേരമായിട്ടിരിക്കുകയാണ്. മനസ്സ് വളരെ കലുഷിതമാണ്. പെട്ടെന്നതാ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഒരുവൻ കടന്നു വരുന്നു, ഒരു വടിയുമായിട്ട് കടന്നു വരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മനോഹരമായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നു. ഇത് കണ്ടപ്പോൾ എഴുത്തുകാരൻ്റെ മനസ്സിൽ വളരെ ദേഷ്യം തോന്നി. തനിക്ക് നല്ല ആശയം കിട്ടാതിരുന്നപ്പോൾ ഇതാ ഏതോ ഒരുവൻ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്ന് ആ പൂന്തോട്ടത്തെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്നു. അവൻ ചാടിച്ചെന്ന് ആ മനുഷ്യൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ മുൻപിലോട്ട് ആഞ്ഞു തള്ളി. വീണ മനുഷ്യൻ ചുറ്റും തപ്പിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. തൻ്റെ വടിയുമായി ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നു. ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എഴുത്തുകാരന് മനസ്സിലായി തൻ്റെ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്നത് അന്ധനായൊരു മനുഷ്യനായിരുന്നു. അവൻ്റെ മുഖം മുറിഞ്ഞിട്ടുണ്ട്, കൈയിലൂടെയും കാലിലൂടെയും ഒക്കെ ചോര വരുന്നു, മണ്ണ് പുരണ്ടിട്ടുണ്ട്. പെട്ടെന്ന് പശ്ചാത്താപ വിവശനായ ആ എഴുത്തുകാരൻ അവനെ മനോഹരമായി കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവന് വഴിയാത്രയ്ക്കുള്ള പണവും കൊടുത്ത് യാത്രയാക്കി. എന്നിട്ടവൻ ഇപ്രകാരം തൻ്റെ പേപ്പറിൽ എഴുതി വെച്ചു: നമ്മുടെ ജീവിതമാകുന്ന പൂന്തോട്ടം മനോഹരമാണ്. പലരും അവിടേക്കൊക്കെ കടന്നു വരും, ലക്ഷ്യമില്ലാതെ കടന്നു വരും. നമ്മൾ മനോഹരമായി ക്രമീകരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കും. നമുക്കെതിരെ കല്ലുകൾ വലിച്ചെറിയും. എന്നാലും ഓർത്തുകൊള്ളണം, അവൻ അപ്രകാരം ചെയ്യുന്നത് കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അവൻ അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുണ്ടെങ്കിൽ അങ്ങനെ നശിപ്പിക്കാൻ അവൻ തയ്യാറാകില്ല. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രാർത്ഥന ഇതിൻ്റെ മറ്റൊരു തലമാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അറിവില്ലാത്തവരല്ല തന്നെ ക്രൂശിച്ചതെന്ന് കർത്താവിനറിയാം. മഹാപുരോഹിതന്മാർ, ഭരണാധികാരികൾ, ഉന്നത പഠനം നേടിയവർ, അവരെപ്പോലും കർത്താവ് മനസ്സിലാക്കിയത് അയ്യോ അവർക്കറിവില്ല. ഇന്ന് നമ്മൾക്കറിയാം, എന്ത് ചെയ്താലും എന്തെങ്കിലും നമുക്കെതിരായിട്ട് വന്നാൽ നമ്മളെ പർപ്പസ്ഫുള്ളി നശിപ്പിക്കാൻ ചിലർ തയ്യാറെടുക്കുവാന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ അങ്ങനെയല്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ അറിവുകൾ നഷ്ടപ്പെടും സഹോദരങ്ങളെ, ജീവിത സാക്ഷ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ നോക്കിയെങ്കിലേ ചില അത്ഭുതങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിവേദനകളും സഹിച്ച് നൊമ്പരങ്ങളും സഹിച്ച് ക്രൂശിന്മേൽ കൈകൾ വിടർത്തി കിടക്കുന്ന കർത്താവ് ഒരു വലിയ അനുഭവമാണ്. സൂര്യനും നക്ഷത്രങ്ങളും പോലും പ്രഭ കെടുത്തിക്കളഞ്ഞു. ആ വലിയ അത്ഭുതത്തിൻ്റെ മുൻപിൽ, സൃഷ്ടാവിൻ്റെ മുൻപിൽ പ്രഭ കെടുത്തിയ നക്ഷത്രങ്ങൾ, സൂര്യബിംബം, അതൊക്കെ അന്ധകാരമായി കിടക്കുകയാണ്. അവരോട് അന്ധകാരമാകാൻ കർത്താവ് പറഞ്ഞില്ല. തങ്ങളുടെ സൃഷ്ടാവ് നഗ്നനായ ക്രൂശന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യൻ പോലും തൻ്റെ പ്രഭയെ മറച്ചു കളഞ്ഞു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ മഹിമ തിരിച്ചറിഞ്ഞ്, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ പ്രഭ തിരിച്ചറിഞ്ഞ് ചില സാക്ഷ്യവും സനാതന സത്യവും സംവേദിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അനുഗ്രഹീത സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഭൗതികമായ അത്ഭുത പ്രവർത്തികളിൽ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും പശ്ചാത്തപിക്കുവാനും സാധിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവം ഒരു വലിയ പാഠശാലയാണ്.
ക്രൂശിന്മേൽ അവൻ 7 തിരുമൊഴികൾ പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രസംഗങ്ങളൊന്നും അവൻ നടത്തിയില്ല, അത്ഭുതങ്ങളൊന്നും കാണിച്ചു കൊടുത്തില്ല. നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ പോലും അവൻ ഇറങ്ങി വരാൻ തയ്യാറായില്ല. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ചപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയാതെ യഹൂദന്മാർ അവനെ നിന്ദിച്ചിട്ടേ ഉള്ളൂ. കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മളും അത്ഭുതമായി തീർന്നേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, 100 വാക്ക് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് പറയാൻ നമ്മൾക്ക് ഒരുപാട് ആശയമുള്ളപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെടത്തില്ലയോ, ഞാൻ എങ്ങനെ ആ സമയത്ത് അതിനെ അതിജീവിച്ചത്, എങ്ങനെ മിണ്ടാതിരുന്നു, എങ്ങനെ സഹിക്കാൻ പറ്റി, ചില ദുരിതാനുഭവത്തോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു. ഇതൊക്കെ കർത്താവിൻ്റെ ക്രൂശ് നമ്മളെ പഠിപ്പിച്ച അനുഭവമാണ്. അവൻ്റെ കഷ്ടാനുഭവം നമ്മളെ പഠിപ്പിച്ചതാണ്. ചില സമയത്ത് നമ്മൾ ഒത്തിരി മറന്നിട്ടുണ്ട്. ജീവിത പങ്കാളിയോടും സഹോദരങ്ങളോടും ഒക്കെ നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. നമ്മളെ വഞ്ചിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കർത്താവിൻ്റെ ക്രൂശ് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഒരു കാര്യം ഓർത്തോണം, അവൻ്റെ ക്രൂശിൻ്റെ പാതയില്ല, പാദപീഠത്തെങ്കിലാണ്. ആ പാദപീഠത്തെങ്കിലായിരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം നമ്മൾ ചിന്തിച്ചോണം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സ്നേഹമുള്ളവർ മാത്രമല്ല, സ്നേഹമില്ലാത്തവരൊക്കെ നമുക്ക് ഇടത്തും വലത്തും ഉണ്ടെന്ന് ചിന്തിച്ചോണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ അവർ ദോഷം ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ, നമ്മളെക്കാൾ ഇരട്ടി കണ്ണുനീരൊഴുക്കുന്ന, പശ്ചാത്തപിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന വ്യക്തിത്വങ്ങളെ ആ രീതിയിൽ നമ്മൾ കാണണം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, അവർ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ ഏറ്റവും വലിയ പാഠം, ഏറ്റവും വലിയ പാഠശാല കർത്താവിൻ്റെ കഷ്ടാനുഭവമാണ്, കർത്താവിൻ്റെ നൊമ്പരങ്ങളാണ്. അവൻ ക്രൂശെടുത്തുകൊണ്ട് പോയപ്പോഴും ആ വലിയ സഹനതയും പാഠവും കാണിച്ചു തന്നു. കർത്താവ് ക്രൂശെടുത്ത് പോയപ്പോൾ പലതവണയും തളർന്നു വീണു. കുറേനക്കാരനായ ശീമോൻ അവൻ്റെ ക്രൂശിനെ എടുത്തു. ഉറക്കമില്ലാത്ത വലിയവനായ ദൈവം ക്രൂശെടുത്തുകൊണ്ട് പോയപ്പോൾ തളർന്നു വീണു എന്ന് പറയുന്നത് പോലെ അത്ഭുതം എവിടെയാണുള്ളത്? അതെ, അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു. അതെ, നമ്മളും കണ്ണുനീര് ചൊരിഞ്ഞേ പറ്റത്തുള്ളൂ. എൻ്റെ കണ്ണുനീര് കർത്താവിന് സന്തോഷമാണ്. എൻ്റെ കണ്ണുനീര് നമുക്കൊക്കെ ആനന്ദമാണ്. ഇന്ന് നമ്മൾ ഉയർത്തുന്ന ബുദ്ധിയുടെയും ശക്തിയുടെയും ശബ്ദഘോഷത്തേക്കാൾ ഒരു കണ്ണുനീരിനും ഒരു ക്ഷമയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ചില വാക്കുകൾ നിയന്ത്രിച്ച് ജീവിത സാക്ഷ്യത്തോടെ മുൻപോട്ട് പോയാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും, തർക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. കണ്ടതെല്ലാം കണ്ടെന്ന് നടിക്കാനിടയാകരുത്, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഏറ്റുപാടാനിടയാകരുത്. അതിനേക്കാളൊക്കെ ഉപരിയായി ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുവാനും സഹിക്കേണ്ടത് സഹിക്കുവാനും മറക്കേണ്ടത് മറക്കുവാനുമുള്ള ഒരു ആത്മീയ ജീവിതത്വര നാം വളർത്തിയെടുക്കണം. ആ നല്ല വഴിത്താരയിലൂടെ മുൻപോട്ട് പോയി കർത്താവിനെ നമുക്ക് സാക്ഷിക്കാം. കർത്താവിൻ്റെ ക്രൂശിലൂടെ, കർത്താവിൻ്റെ വേദനയിലൂടെ സഹനത പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ, ജീവിക്കുവാൻ പഠിക്കുവാൻ, പ്രതീക്ഷയിൽ വളരുവാൻ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തൻ്റെ വലങ്കരം നീട്ടി ദൈവം നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.